മനസ്സിനുള്ളിലിൻ്റെ കഴിഞ്ഞ പാർട്ടിൽ തൃപ്തിയുടെ പ്രശ്നങ്ങളാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതായത് പറഞ്ഞുകൊണ്ടിരുന്നത്. തൃപ്തിയുടെ പ്രശ്നങ്ങളൊക്കെ അലീനയും പ്രഫുൽദേവും മുത്തശ്ശിയും പിന്നെ അശോകും അശോകിൻ്റെ അമ്മയും കൂടി ചേർന്ന് പരിഹരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് വിശദമായിട്ട് വായിച്ചു തരാൻ കഴിയാത്തൊരവസ്ഥയാണ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഈ പുസ്തകം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയതാണ്. എൻ്റെ കയ്യിൽ ഞാനിത് സൂക്ഷിക്കാതെയൊക്കെ വെച്ചിരുന്നിട്ട് കുറച്ച് പേജൊക്കെ കീറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തെ കഥ എനിക്ക് അറിയാമെങ്കിലും ഒരു ഫ്ലോയിന് വായിച്ചു പോകാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ അതൊക്കെ വിട്ടിട്ട് അവരുടെ പ്രശ്നം സോൾവായി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ ഒരു ഫ്ലാഷ് ബാക്ക്, തൃപ്തിയുടെയും അശോകിൻ്റെയും സ്റ്റോറി യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്നുള്ളത് തൃപ്തി അലീനയോട് പറയുന്ന ആ ഭാഗം തൊട്ട് ഞാൻ തുടങ്ങുകയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ എൻ്റെ ഹോസ്പിറ്റലിലേക്ക്, അതായത് ഞാൻ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിലേക്ക് ഒരമ്മ വന്നു. ഭാനുമതി എന്നായിരുന്നു പേര്. ആ അമ്മയ്ക്ക് വാർദ്ധക്യത്തിൻ്റെ അവശതകൾ ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ചുനാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അന്ന് ആ അമ്മയുടെ മകൻ അമ്മയെ എന്നെ ഏൽപ്പിച്ചിട്ടായിരുന്നു ഓരോ തവണയും പുറത്തു പോയിരുന്നത്. ആ ഇടയ്ക്കാണ് അശോകിന് ജോലിക്കാര്യവുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകേണ്ടി വന്നത്. അന്ന് അശോക് വീണ്ടും എന്നെ കാണാൻ വന്നു. തൃപ്തി വാക്കുകൾക്കൊരിടവേള നൽകിയപ്പോൾ അലീന ചോദിച്ചു, അശോകിനെയും ഭാനുമതി ആന്റിയെയും ആദ്യമായി കണ്ട കാര്യമാണോ നീ ഉദ്ദേശിക്കുന്നത്? ഒരു നെടുവീർപ്പിട്ടാലെന്ന പോലെ പുഞ്ചിരിച്ചുകൊണ്ട് തൃപ്തി തുടർന്നു. അതിൽ ഓർമ്മകൾ നിറഞ്ഞിരുന്നു. ഡോക്ടർ തൃപ്തി കൃഷ്ണശരൺ എന്നൊരു പരിചയമുള്ള വിളി കേട്ട് തൃപ്തി തിരിഞ്ഞു നോക്കി. അശോക് മുന്നോട്ട് വന്ന് തൃപ്തിയോടെ ഒരു പരുങ്ങലോടെ പറഞ്ഞു, അത് ഞാൻ 5 ദിവസത്തേക്ക് ഇവിടെ കാണില്ല. ഒരു ബിസിനസ് ആവശ്യത്തിനായി വിദേശത്ത് പോകേണ്ടതുണ്ടായിരുന്നു. അമ്മ ഇന്ന് ഡിസ്ചാർജ് ആകും. നാളെയാണ് എനിക്ക് പോകേണ്ടത്. അതിന്? അശോക് പറഞ്ഞു നിർത്തിയപ്പോൾ തൃപ്തി ചോദിച്ചു. എൻ്റെ വീട്ടിൽ വേറെ ആരുമില്ല. ഞാനും അമ്മയും മാത്രമാ. അതുകൊണ്ട് ഞാൻ പോകുമ്പോൾ അമ്മയെ നോക്കാനായി വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളെ നിർത്തണമായിരുന്നു. അതിനുവേണ്ടി ഒരാളെ, ഡോക്ടർക്കറിയാവുന്ന ആരെങ്കിലും. ഒരു പരുങ്ങലോടെ അശോക് ആവശ്യമറിയിച്ചു. അതിനെന്തിനാ മറ്റൊരാൾ? ഞാൻ തന്നെ പോരെ? പൂർവാധികം വിനയത്തോടെയും മനസ്സോടെയും അവൾ അത് സമ്മതിക്കുകയായിരുന്നു. ആ സമ്മതം കേട്ട് അശോക് തരിച്ചു നിന്നുകൊണ്ട് ചോദിച്ചു, ഞാൻ ഉദ്ദേശിച്ചത് 24 മണിക്കൂറുമാ. പക്ഷേ എന്നാൽ ആ ചോദ്യത്തെ മുറിച്ചുകൊണ്ട് തൃപ്തിയുടെ അനുകൂല മറുപടിയും എത്തി. ആ 5 ദിവസങ്ങൾ തൃപ്തി ആ അമ്മയെ സ്വന്തം അമ്മയായി കണ്ടു. ആ അമ്മയ്ക്ക് ഒരു മകളുമായി. അങ്ങനെയിരിക്കെ ഒരിക്കൽ തൃപ്തിയുടെ ഏറ്റവും വലിയ സ്വപ്നം സഫലമാകാൻ തുടങ്ങി. അതായിരുന്നു താൻ ജനിച്ചു വളർന്ന തൻ്റെ സ്വന്തം ഗ്രാമത്തിൽ ഒരു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ആശുപത്രി. എല്ലാം തയ്യാറായി. ഇനി പ്രവർത്തനം തുടങ്ങിയാൽ മാത്രം മതി. തൃപ്തി പിന്നെ ഒട്ടും വൈകിയില്ല. ഗ്രാമത്തിലേക്ക് തിരിച്ചു. പെട്ടി നിറയെ പണവുമായി ആംബുലൻസിൽ അമ്മയെയും കൊണ്ട് പട്ടണം തിരക്കി. അവിടുത്തെ ആശുപത്രി തിരക്കി നടന്നിരുന്ന തൻ്റെ ബാല്യകാലങ്ങളും ചികിത്സ കിട്ടാതെയുള്ള അമ്മയുടെ മരണവുമായിരുന്നു അവളുടെ മനസ്സ് നിറയെ. ഓരോ പാതകൾ കടക്കും തോറും അവൾ മിഴികൾ തുടച്ചിരുന്നു അത്രേ. അലീന പറഞ്ഞുകൊണ്ടിരിക്കെ കരയുന്നുണ്ടായിരുന്നു. എന്നിട്ട്? അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് മുത്തശ്ശി തിരക്കി. തൃപ്തി തന്നോട് പറഞ്ഞത് അവൾ ആവർത്തിച്ചു. അന്നാണ് എനിക്ക് മനസ്സിലായത്, ഉപയോഗത്തിലിരിക്കുമ്പോഴും പണം ചിലപ്പോഴൊക്കെ ഉപയോഗശൂന്യമായിരിക്കുമെന്ന്. അല്ലായിരുന്നെങ്കിൽ, അതായത് പട്ടണത്തിലായിരുന്നെങ്കിൽ സമയത്തിന് ആശുപത്രിയിൽ എത്തിച്ച് അമ്മയെ രക്ഷിക്കാമായിരുന്നല്ലോ എന്ന് ചൊല്ലി ഖേദിക്കുന്ന തൃപ്തിയുടെ മുഖം അലീനയുടെ മനസ്സിൽ തെളിഞ്ഞു. അങ്ങനെ അവൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൾക്ക് രഞ്ജിനി ആന്റിയുടെ കോൾ വരുന്നത്. ആന്റി അവളെ ഇവിടെ ദാമോദർ പാലസിലേക്ക് വിളിപ്പിച്ചതായിരുന്നു. ദാമോദർ വീടിന്റെ സ്വീകരണ മുറി തനിക്ക് വർഷങ്ങൾ പരിചയമുള്ളതാണെങ്കിലും അന്ന് അവൾ ഇവിടെ സംശയിച്ചു നിന്നുപോയി. രഞ്ജിനി ആന്റി അവളെ കണ്ടപാടെ കെട്ടിപ്പിടിച്ച് സന്തോഷം അറിയിച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ ആ വാക്കുകളിൽ എന്തൊക്കെയോ ദുഃഖവും കനൽ കെട്ടി നിന്നിട്ടുണ്ടായിരുന്നെന്ന് അവൾക്ക് മനസ്സിലായി. നിന്റെ ആശുപത്രിയുടെ കാര്യം ശരിയായല്ലേ? എന്നിട്ട് ഈ ചെറിയമ്മയെ ഒന്ന് അറിയിക്കാൻ നിനക്ക് തോന്നിയില്ലല്ലോ? നിന്റെ അമ്മ പോയതിനു ശേഷം ഞാനാ നിനക്ക് അമ്മ. പക്ഷേ എൻ്റെ സ്വന്തം മകൻ പ്രഫുലിനെ പോലെ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. ആ അന്തരം നീ അറിയുന്നുണ്ടായിരുന്നു. എന്നാൽ അത് എന്നെ ബാധിച്ചില്ല. ഞാൻ ഇന്നും നിന്റെ ചെറിയമ്മയായിരുന്നു. ചെറിയമ്മ മാത്രം. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ രഞ്ജിനി പൊട്ടി കരയാൻ തുടങ്ങി. എന്നിട്ട് കണ്ണുകളിൽ ആഹ്ലാദം നിറച്ചുകൊണ്ട് ചോദിച്ചു, ആ കുഴപ്പമില്ല, നിനക്ക് നല്ലൊരു അമ്മയെ കിട്ടിയല്ലോ. ആ അമ്മയുടെ മരുമകളാകാൻ നിനക്കിഷ്ടമാണോ? ആ ചോദ്യത്തിനു മുന്നിൽ അവൾ തരിച്ചു നിന്നുപോയി. എങ്കിലും അവൾ ആ വിവാഹത്തിന് സമ്മതിച്ചു. അങ്ങനെ തൻ്റെ സ്വപ്നവും ലക്ഷ്യവും തൽക്കാലം മാറ്റിവെച്ച് ഒരു വധുവായി, ഭാര്യയും മരുമകളുമാകാൻ അവൾ തയ്യാറായി. അങ്ങനെ വിവാഹം കഴിഞ്ഞു. അലീന പറഞ്ഞു നിർത്തിയപ്പോൾ മുത്തശ്ശി ചോദിച്ചു, തൃപ്തിയുടെ കല്യാണത്തിന് പിന്നിൽ ഇങ്ങനെയൊരു കഥയുണ്ടായിരുന്നോ? അതിനുത്തരമെന്നാൽ എന്ന പോലെ അവൾ ചോദിച്ചു. രഞ്ജിനി ആന്റിക്ക് പൊങ്ങച്ചം പറയുന്ന സ്വഭാവമുണ്ടല്ലേ? പാടില്ലാത്തതെന്തോ പറഞ്ഞതുപോലെ അവൾ പ്രഫുലിനെയും മുത്തശ്ശിയെയും മാറി മാറി നോക്കി. ആ, അവളുടെ സ്വഭാവമാ ഒരു വിധത്തിൽ ഇവനെ ബാധിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പ്രഫുലിന്റെ തോളിൽ തട്ടിച്ചിരിച്ചു. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് തൃപ്തിയുടെ കല്യാണ മണ്ഡപത്തിലുണ്ടായ സംഭവത്തെക്കുറിച്ച് അവൾ നിന്നോട് പറഞ്ഞെന്നാണോ? അതിനു മുൻപും പിൻപും എന്തുണ്ടായി എന്നാണോ? പ്രഫുൽ ചോദിച്ചു. അതെ, അത് തന്നെ.
രഞ്ജിനി ആന്റി ഭാനു ആന്റിക്ക് സ്ത്രീധന തുകയായി നൽകിയ 70 പവനും 1.5 കോടി രൂപയും ഇല്ലായിരുന്നെങ്കിൽ കല്യാണം നടക്കില്ലായിരുന്നു എന്ന് പറയുന്നത് അവൾ കേട്ടിരുന്നു. അതിനുശേഷം എല്ലാവരും കാണുകെ താലിയും അമ്മയുടെ മോതിരവും ഒഴികെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ച് രഞ്ജിനി ആന്റിക്ക് തിരികെ കൊടുത്തിട്ട് അവൾ പറഞ്ഞ വാക്കുകൾ. അലീനയുടെ വാക്കുകൾ വാക്കുകൾ എന്ന വാക്കിൽ തന്നെ തട്ടി മുറിഞ്ഞുപോയി. എനിക്ക് ഓർമ്മയുണ്ട്, മുത്തശ്ശി തുടർന്നു. അശോകും ഭാനുമതിയും എന്നിട്ടും അവളെ സ്വീകരിച്ചു. പക്ഷേ ഒരു കുടുംബമാകുമ്പോൾ ഇണക്കവും പിണക്കവും ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ഒരു വഴക്കിൽ ആ സ്വർണത്തിന്റെയും പണത്തിന്റെയും കാര്യം ഭാനു അങ്ങ് പറഞ്ഞുപോയി. അത് കേട്ട് അവളും തെറ്റിദ്ധരിച്ചു. അവളുടെ അമ്മയ്ക്ക് തന്റെ ഭാവിയെപ്പറ്റി ഒരുപാട് ചിന്തകളുണ്ടായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞതോടെ അതൊക്കെ തകർന്നെന്ന് മാത്രമല്ല, ചെറുപ്പത്തിൽ തന്നെ വിധവയുമായി നാട്ടിലെ ആചാരപ്രകാരം വീടിന് പുറത്തിറങ്ങാൻ പാടില്ലാത്ത അവസ്ഥയുമായി. അങ്ങനെ ഒരവസ്ഥ തനിക്കും ആവർത്തിക്കുമോ എന്നവൾ ഭയന്നു. ഇതിന് പരിഹാരം കാണണമെങ്കിൽ സ്നേഹത്തിനേ കഴിയൂ എന്ന് അലീനയാണ് കണ്ടെത്തിയത്. ഇത്രയും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അലീനയെ നോക്കി സ്നേഹാർദ്രമായി തലോടി. നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹം തിരിച്ചറിയാത്ത കാലത്തോളം നമുക്ക് വിട്ടുപോകാൻ സാധിക്കുമായിരിക്കും. പക്ഷെ നമ്മൾ സ്നേഹിക്കുന്നവരിൽ നിന്ന് നമുക്കെങ്ങനെ അകലാൻ സാധിക്കും? ആ വാക്കുകൾ ആ അന്തരീക്ഷത്തിൽ പുതിയൊരു ഉണർവ് സൃഷ്ടിക്കുന്നതായിരുന്നു. ആ വാക്കുകളിൽ അവിടെ കാറ്റിനു മീതെ ചഞ്ചലമായ മറ്റെന്തൊക്കെയോ ഉണ്ടായിരുന്നു. അവൾ തുടർന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാനും മുത്തശ്ശിയും ചേർന്നൊരു പ്ലാൻ ഉണ്ടാക്കി. ഗോവിന്ദോ സിദ്ധാർത്ഥോ ആരോ അന്ന് നാടകത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് നമ്മൾ പറയിച്ചതാ. പക്ഷേ നാടകത്തിന്റെ പ്ലാൻ ഫെയിലായി. പക്ഷേ അതിനു മുമ്പ് അശോകിനെ കൊണ്ട് സ്നേഹം അറിയിപ്പിച്ചതും ധൃതിയിൽ എണ്ണയൊഴിപ്പിച്ചതും വീട് വിട്ടുപോക്കും ആക്സിഡന്റും എല്ലാം കൂടിയായി പ്ലാൻ ചെയ്യിച്ചു. ഒരു ആഹ്ലാദത്തോടെ അവൾ പറഞ്ഞു നിർത്തി. ഒരാളുടെ അഭാവത്തിൽ അയാളെ സ്നേഹിക്കുന്നവർ അനുഭവിക്കുന്ന ദുഃഖമാണ് ഇവിടെ വിജയം കൊണ്ടുവന്നത്. അവൾ പൂർത്തിയാക്കും മുൻപ് പ്രഫുൽ പൂർത്തിയാക്കി. പിന്നീട് കുറച്ചുനേരം അവിടെ നിശബ്ദമായിരുന്നു. എന്നാലും അവിടുത്തെ വായു മൊഴി തങ്ങിയതായിരുന്നു. താൻ ഇടയ്ക്കല്ലേ ഗ്രൂപ്പിൽ ചേർന്നത്? ഞാനും മുത്തശ്ശിയുമാ തുടങ്ങിയത്. ഇടയ്ക്ക് വന്ന മൗനത്തെ കീറി മുറിച്ചുകൊണ്ട് ഉച്ചത്തിൽ അവൾ വിളിച്ചു പറഞ്ഞു. ആ, പക്ഷെ അത് ഫെയിലായില്ലേ? പ്രഫുൽ തിരിച്ചടിച്ചു. ആ സാരിമുടി രാക്ഷസി വന്നില്ലായിരുന്നെങ്കിൽ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് മുഷ്ടി ചുരുട്ടി ഓങ്ങി നിന്നുപോയ അലീനയുടെ കോപമലിഞ്ഞ് പെട്ടെന്ന് സന്ദേഹമായി മാറി. പതിയെ കൈ താഴ്ത്തിയിട്ടുകൊണ്ട് അവൾ പ്രഫുലിനു നേരെ തിരിഞ്ഞു. ഒരു നിമിഷം അവനെ നോക്കി. എന്തോ ഭയം അവളിൽ ആഗതമായി. പിന്നീടൊന്നും മിണ്ടാതെ അവൾ അകത്തേക്ക് കയറിപ്പോയി. അവൻ അകന്നുപോകുന്ന അവളെ തന്നെ മനസ്സിലാകാതെ നോക്കി നിന്നു. എന്തോ മനസ്സിലാക്കിയതുപോലെ മുത്തശ്ശി ഇരുവരെയും മാറി മാറി നോക്കി. അർദ്ധരാത്രി 12 മണി കഴിഞ്ഞ നേരത്തായിരുന്നു ദീപ്തിയും കാവ്യമോളും പിന്നെ കൂടെയുണ്ടായിരുന്ന ജോലിക്കാരിയും തിരികെ വീട്ടിലെത്തുന്നത്. കഴിഞ്ഞ ദിവസം അവരെയൊന്നും ആർക്കും ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിറ്റേ ദിവസം അതുകൊണ്ട് തന്നെ ഒന്ന് ചോദിക്കാനുമില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ വീട്ടിലെത്തിയപ്പോൾ ദീപ്തിക്ക് അറിയാൻ സാധിച്ചു. എന്നാൽ ജയന്റെ കാര്യങ്ങൾ ആരും മറ്റുള്ളവരെ അറിയിച്ചിരുന്നില്ല. കാരണം അവർക്ക് കാവ്യയെയും അച്ചുവിനെയും സന്തോഷത്തോടെ പുതിയ ബോർഡിംഗ് സ്കൂളിലേക്ക് അയക്കണമായിരുന്നു. ഘടികാരസൂചി 7 തൊട്ടപ്പോൾ ആ വീടിന്റെ ഡൈനിങ് മുറിയും മേശയും സജ്ജമായി. ഓരോരുത്തരും അവരവരുടെ ഇരിപ്പിടത്തിൽ ഇരുന്നു കഴിഞ്ഞപ്പോൾ അലീന അച്ചുവിനെയും കൂട്ടി അടുക്കളയിലേക്ക് പോകാൻ തിരിഞ്ഞു. അപ്പോൾ അവിടെയുണ്ടായിരുന്ന മുത്തശ്ശിയും പ്രഫുൽദേവും തൃപ്തിയും കാവ്യയും അവരെ ഒരു സ്വീകരണ ഭാവത്തിൽ നോക്കി. അലീനെ, മുത്തശ്ശി സ്നേഹത്തോടെ വിളിച്ചു. എന്താ മുത്തശ്ശി, എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ അടുത്തേക്ക് വന്നു. മോളെ, വീട്ടുകാരും ഇന്നിവിടെ വിരുന്നുകാരായി മാറുമ്പോൾ കുട്ടികളും കൂടി ഇവിടുന്ന് പോകുമ്പോൾ ജീവിതത്തിൽ എല്ലാം ശൂന്യമായതുപോലെ മനസ്സിൽ. പക്ഷേ മോളെ, നീയുണ്ടല്ലോ, വിരുന്നുകാരിയായി വന്നവള, ഒരു ലക്ഷ്യത്തോടു കൂടിയാണെങ്കിലും. കാവ്യ പോകുന്നതോടെ നീയും ഈ വീട്ടിൽ നിന്ന് പോകും. എനിക്ക് നീ എൻ്റെ മകളെ പോലെ ആലീന. പോയാലും എന്നെ കാണാൻ വരണം. ഞാനും വരും. പിന്നെ നീ ഇന്ന് ഇവിടെ ഈ ഡൈനിങ് ടേബിളിൽ നമ്മളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം. മുത്തശ്ശി പറഞ്ഞു നിർത്തിക്കൊണ്ട് ചോദിച്ചു. എന്താ ഇല്ലേ? അവൾ നിറഞ്ഞ കണ്ണുകളോടെ തലയാട്ടി. മറ്റൊന്നും ഉരിയാടാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. അച്ചു ഇവിടെ! തന്റെ തൊട്ടടുത്തിരുന്ന കസേരയിൽ തട്ടിക്കൊണ്ട് കാവ്യ വിളിച്ചു പറഞ്ഞു. അത് കേട്ട് അച്ചു അലീനയെ നോക്കി. അവൾ സമ്മതഭാവത്തിൽ അനിയനെ നോക്കി. അത് കാണേണ്ട താമസം. അച്ചു അവിടെ പോയി ഇരുന്നു. ഇന്ന് എന്റെ ഈ വീട്ടിലെ അവസാനത്തെ ദിവസമാണ്. എന്റെ പാചകത്തെക്കുറിച്ച് പ്രഫുൽ സാറ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നറിയാം. എനിക്ക് ആ ധാരണ മാറ്റേണ്ടതുണ്ട്. ഈ വാക്കുകൾ അവൾ ഇരുട്ടിൽ നിന്ന് തപ്പിയെടുത്ത പോലെ അനുഭവപ്പെടുന്നതായിരുന്നു. എന്നാലും ഈ വാക്കുകൾ പ്രഫുലിന്റെ ഓർമ്മയെ കൊണ്ടുപോയത് തന്നെ സാർ എന്ന് വിളിക്കാൻ അലീനയെ നിർബന്ധിച്ചതും അന്ന് മാർബിൾ പുഡിങ്ങിന്റെ സംഭവം നടന്നതിലേക്കുമായിരുന്നു. അന്ന് ദേഷ്യം വന്നുപോയ കാര്യങ്ങൾ ഇന്ന് എങ്ങനെയാണ് ചുണ്ടിൽ പുഞ്ചിരി വിരിയാൻ പ്രേരിതമായത്? ആർക്കറിയാം? എന്തറിയാം? അതെങ്ങനെ അറിയാം? കുറച്ചു സമയത്തിനുള്ളിൽ അടുക്കളയിൽ നിന്ന് മൂടിവെച്ച ഒരു പാത്രവുമായി അലീന കടന്നു വന്നു. അതിൽ നിന്ന് മാർബിൾ പുഡിങ് അവന് കൊടുത്തുകൊണ്ട് പറഞ്ഞു. പാചകം എനിക്കിഷ്ടമാണ്. ഒരു സമയത്ത് അതെന്റെ ഉപജീവന മാർഗമായിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. ആരെയും ഉറപ്പിക്കുന്ന ഭക്ഷണം ഒരിക്കലും അലീന ഉണ്ടാക്കില്ല. സാർ ധൈര്യമായിട്ട് കഴിച്ചു. നല്ലതാണെങ്കിൽ മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവളും ഒരു കസേരയിലിരുന്നു. ഭക്ഷണം ചുണ്ടോടടുപ്പിച്ചതും ആ വാക്കുകൾ അവളുടെ കാതുകളിൽ വന്നലച്ചു.
വളരെ നന്നായിട്ടുണ്ട്. കേട്ട പാതിയിൽ തന്നെ തന്റെ കൺമുന്നിൽ ആ വാക്കുകൾ കീറിമുറിഞ്ഞ് വിസ്മൃത കോടിയിലേക്ക് ആണ്ടുപോകുന്ന അനേകം അർത്ഥതലങ്ങളെ ദർശിക്കാനായതുപോലെ അവൾക്ക് തോന്നി. അവിചാരിതമായൊരു ഭാവം തന്നെ വേട്ടയാടുന്ന അനുഭവം. ഇതിനു മുമ്പ് ഈ അനുഭവമുണ്ടായത് അച്ചുവിനോട് പറഞ്ഞതും അവൻ തമാശയ്ക്ക് ചോദിച്ച മറുപടിയും എല്ലാം ഇന്നും കാതിൽ തന്നെ കലപില കൂട്ടുന്നു. ദാമോദർ വീടിന്റെ മുന്നിൽ കിടന്നിരുന്ന വെളുത്ത കാറിന്റെ ഡോറിന് നേരെ അലീനയുടെ കൈകൾ നീണ്ടു. എന്നാൽ അവളുടെ ആ കൈയെ മറികടന്നുകൊണ്ട് വെള്ളിപോലെ തിളങ്ങിയ മറ്റൊരു കൈ മുന്നിലേക്ക് വന്ന് ആ ഡോർ തുറന്നു. അതാരാണെന്നറിയാൻ കൗതുകത്തോടെ നോക്കിയ അവൾ ഒരു നിമിഷം ഞെട്ടി. മുന്നിൽ നിൽക്കുന്നത് ഒരു മനുഷ്യനോ മറ്റോ അല്ല, മനുഷ്യാകാരത്തിലുള്ള ഒരു യന്ത്രമനുഷ്യനാണ്. ഈ യന്ത്രമനുഷ്യൻ ഇവിടെ എന്താ ചെയ്യുന്നേ? അവൾ ഒരു ഞെട്ടലോട് ചോദിച്ചു. ഈ പ്രഫുൽദേവ് ദാമോദർ തന്ന വാക്ക് മറക്കാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രഫുൽ അവിടേക്ക് ആഗതനായി. അലീനയുടെ കണ്ണുകൾ അവനിലേക്കും മനസ്സ് അന്ന് നടന്ന റോബോട്ടിനെ കുറിച്ച് പറഞ്ഞതിലേക്കും എത്തി. ഓ, അത്രയുള്ളൂ. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഇതിനെ കൊണ്ടുപോയിക്കോളാം. അതുവരെ ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഇത് വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് ജോലിക്ക് പോകാമായിരിക്കും അല്ലേ? താങ്ക്സ്. വിഷമിക്കുന്ന മനസ്സോടെ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞ വാക്കുകളായിരുന്നു അതെങ്കിലും അവസാനം കൂട്ടിച്ചേർത്ത നന്ദിവാചകം മറ്റെന്തിനൊക്കെയോ കൂടിയുള്ളതായിരുന്നെന്ന് തോന്നും. അധികം വൈകാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വന്ന കുട്ടികൾ രണ്ടുപേരും മുത്തശ്ശിയോടും ദീപ്തിയോടും യാത്ര പറഞ്ഞ് കാറിന്റെ പിൻസീറ്റിൽ കയറിയിരുന്നു. ഒരു ജോലിക്കാരൻ വന്ന് സാധനങ്ങളെല്ലാം കാറിൽ കയറ്റി. എന്താടാ ഡ്രൈവർ വരാത്തെ? മുത്തശ്ശി പ്രഫുലിനു നേരെ തിരിഞ്ഞു ചോദിച്ചു. ഇല്ല മുത്തശ്ശി, ഞാൻ തന്നെയാ ഡ്രൈവ് ചെയ്യുന്നത്. പ്രഫുൽ തിരുത്തിക്കൊണ്ട് കാറിൽ കയറി. അലീന വീണ്ടും പിൻസീറ്റിലേക്കുള്ള ഡോർ തുറക്കാനായി കൈ നീട്ടി. അപ്പോൾ നീ കൂടി എന്റെ കൊച്ചുമോനെ ഡ്രൈവറാക്കാനാണോ ഭാവം എന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശി അവളുടെ അടുത്തേക്ക് വന്നു. മുത്തശ്ശിയെ അടുത്തു കിട്ടിയ മാത്രയിൽ തന്നെ അവൾ അവരെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഒരു നിമിഷത്തേക്ക്. അലീനെ, കാവ്യ പോകുന്നതോടുകൂടി ഈ വീട്ടിൽ നിന്റെ ആവശ്യമില്ലെന്നൊന്നും കരുതിയേക്കരുത്. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാ ഈ കണ്ണീര് വരുന്നത്, മുത്തശ്ശി സമാധാനിപ്പിച്ചു. ഇല്ല മുത്തശ്ശി, ഇനി കണ്ണീര് വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കണ്ണുനീർ തുടച്ചു. എങ്കിലും അത് ഒഴുകിക്കൊണ്ടേയിരുന്നു. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞല്ലോ, മുത്തശ്ശിക്ക് ഇനി യാത്ര ചെയ്യാനൊക്കെ പറ്റുമല്ലോ. അതുകൊണ്ട് മുത്തശ്ശിക്ക് വന്നുകൂടെ? അപ്പോൾ കാവ്യയ്ക്ക് സന്തോഷമാകും. ഇതല്ലേ നീ പറയാൻ വന്നത്? അലീനയുടെ ആവശ്യം മുത്തശ്ശി കൂട്ടിച്ചേർത്തു. തുടർന്ന് അതിന് മറുപടിയും നൽകി. 2-3 മാസത്തേക്ക് ദൂരെ എവിടെയും പോകരുതെന്ന ഡോക്ടറുടെ ഓർഡർ. അത് കഴിഞ്ഞിട്ട് വേണം മാധുദേവിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്താൻ. എവിടെ? മന്ദാകിനിയുടെ നാട്ടിലോ? അതെ, അതെനിക്കറിയാം മുത്തശ്ശി. മാധുദേവ് ഗ്രാമവും മന്ദാകിനി നദിയും അല്ലേ? അല്ല, പിന്നെ മാധുദേവിന്റെ സ്വന്തം മന്ദാകിനി. ഒരു ചെറു പുഞ്ചിരിയോടെ മുത്തശ്ശി പറഞ്ഞു. അത് കേട്ട് അലീനയും പുഞ്ചിരിച്ചു. അവൾ കാറിന്റെ ഫ്രണ്ട് ഡോർ തുറന്ന് അകത്തു കയറി. അവനും അവളെ നോക്കി. അച്ചുവും കാവ്യയും പിറകിലിരുന്നു കൊണ്ട് ടാറ്റ പറയുന്നുണ്ടായിരുന്നു. മുത്തശ്ശിയും ദീപ്തിയും തിരിച്ചും പറയുന്നുണ്ടായിരുന്നു. അധികം വൈകാതെ തന്നെ ആ കാർ അവിടെ നിന്നും പുറപ്പെട്ടു. അവർ പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ അകത്തു കയറാനൊരുങ്ങിയ മുത്തശ്ശിയുടെ തോളിൽ അമ്മ എന്ന പതിഞ്ഞ സ്വരത്തിലുള്ള വിളിയുമായി ഒരു കൈപ്പത്തി വന്നു തൊട്ടു. മുത്തശ്ശി തിരിഞ്ഞു നോക്കി. എന്തോ പറയാനൊരുങ്ങി നിൽക്കുന്ന ദീപ്തിയായിരുന്നു അത്.